കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി. ഒഡീഷ സ്വദേശിയായ തടവുകാരൻ ഉത്തം പത്രയിൽ നിന്നാണ് ഫോൺ പിടിച്ചത്. 4-ാം ബ്ലോക്കിൽ ഒളിപ്പിച്ച നിലയിലാണ് സിം കാർഡ് അടങ്ങുന്ന ഫോൺ കണ്ടെത്തിയത്. സൂപ്രണ്ടിന്റെ പരാതിയിൽ ടൗൺ പോലീസ് കേസെടുത്തു. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഒരാഴ്ച കഷ്ടിയാകുന്നുള്ളൂ. ഫോണ്, അതിന്റെ ഹെഡ്സെറ്റ്, അതിന്റെ ചാർജർ അടക്കമുള്ള കാര്യങ്ങളെല്ലാം കൂടി പിടികൂടിയിട്ട് ഇപ്പോൾ വീണ്ടും പിടികൂടുകയാണ് കണ്ണൂരിൽ നിന്ന്. മാധു, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ജയിലിൽ നിരോധിതമായിട്ടുള്ള മൊബൈൽ ഫോണുകളായിക്കോട്ടെ, ലഹരി വസ്തുക്കളായിക്കോട്ടെ, അങ്ങനെ പല മാതിരി സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ജയിൽ ഉദ്യോഗസ്ഥരുടെയും പോലീസിൻ്റെയും ഒക്കെ ശ്രദ്ധയിലുള്ളതാണ്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോഴും ഇത്തരം മൊബൈൽ ഫോൺ പിടികൂടുന്നതിൻ്റെയും ലഹരി വസ്തുക്കൾ പിടികൂടുന്നതിൻ്റെയും ഒക്കെ വാർത്തകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇന്നലെ ജയിൽ ഉദ്യോഗസ്ഥർ വൈകുന്നേരം ഒരു 4:30 നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് 4-ാം ബ്ലോക്കിലുള്ള ഒഡീഷ സ്വദേശിയായിട്ടുള്ള ഉത്തം പത്ര എന്ന് പറയുന്ന ആളുടെ പക്കൽ നിന്നും മൊബൈൽ ഫോൺ പിടികൂടിയത്. മൊബൈൽ സിം കാർഡോട് കൂടിയിട്ടുള്ള മൊബൈൽ ഫോണാണ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇയാൾ പുറം ലോകവുമായി അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളെയൊക്കെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നത് വ്യക്തമാക്കുകയാണ് ഈ സിം കാർഡിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂപ്രണ്ട് കണ്ണൂർ ടൗൺ പോലീസിൽ പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചു എന്ന് പറയുമ്പോഴും ഇത് എത്രത്തോളം ഈ ആളുകളിലേക്ക്, ഈ ഫോൺ ഉൾപ്പെടെ സാധനങ്ങൾ ഉള്ളിലേക്ക് എത്തിച്ചു നൽകുന്ന ആളുകളിലേക്ക് അന്വേഷണം പോകും എന്നുള്ള കാര്യം മുൻകാല അനുഭവങ്ങൾ വെച്ച് ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്. മാധു, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും ഫോൺ പിടികൂടി. അതും മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്ന് ഇവിടെ തടവിൽ കഴിയുന്ന ആളുടെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ ഫോൺ പിടികൂടിയിരിക്കുന്നത്.